എന്താണ് സോണിയാഗാന്ധിയും ജോർജ് സോറോസും കാശ്മീരും സ്വതന്ത്ര ഭാരതവും ഒക്കെയായി കണക്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും പുതിയ വിശേഷം? കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയാണ് സോണിയാഗാന്ധി. അവർക്ക് അമേരിക്കൻ കോടീശ്വരനായ സർവോപരി ഇന്ത്യയുടെ ബദ്ധവൈരിയായ ജോർജ് സോറോസ് ധനസഹായം നൽകുന്ന സംഘടനയുമായി ബന്ധമുണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ സ്ഥാപനങ്ങളുടെ സ്വാധീനം പ്രകടമാക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഈ ബന്ധമെന്നും ബി.ജെ.പിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവരുന്നു. ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ ഉപാധ്യക്ഷയാണ് നിലവിൽ സോണിയ. ഈ സംഘടനയ്ക്കാണ് സോറോസ് ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്നത്. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലെന്നും സ്വതന്ത്ര രാജ്യമാണെന്നും FDL-AP എന്ന് പറയുന്ന ഈ ഫൗണ്ടേഷന്റെ നിലപാടാണ് എന്നാണ് ബി.ജെ.പി പറയുന്നത്. ശതകോടീശ്വരനായ ജോർജ് സോറോസുമായി ബന്ധമുണ്ട് എന്ന പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം നടത്തുന്നതിനിടയിലാണ് സോണിയക്കെതിരെയും ബി.ജെ.പി ശക്തമായ ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് സോറോസുമായി അടുത്ത ബന്ധമുണ്ടെന്നും അയാളെ ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുമായിരുന്നു ബി.ജെ.പി നേതാക്കൾ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. നിഷികാന്ത് ദുബെ, സംബിത് പാത്ര എന്നീ നേതാക്കൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇക്കാര്യം ആവർത്തിച്ചുന്നയിച്ചിരുന്നു. സോറോസിന്റെ സഹായത്തിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്ന മാധ്യമ സംഘടനയും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് എന്നാണ് ബി.ജെ.പി കുറ്റപ്പെടുത്തുന്നത്. ഗൗതം അദാനിക്കെതിരെ ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിലും സോറോസ് ആണ് എന്നാണ് ബി.ജെ.പി അവകാശപ്പെടുന്നത്. കോൺഗ്രസ് കാ ഹാത്ത് സോറോസ് കെ സാത്ത്, കോൺഗ്രസിന്റെ കൈ സോറോസിനൊപ്പം. കോൺഗ്രസ് കാ ഹാത്ത് സോറോസ് കെ സാത്ത്, ഈ മുദ്രാവാക്യമാണ് ബി.ജെ.പി അംഗങ്ങൾ ലോക്സഭയിൽ ഉന്നയിച്ചത്. രാഹുലിനെതിരെയും ഇതേ മുദ്രാവാക്യം തന്നെയായിരുന്നു ഉന്നയിച്ചത്. രാഹുലിനെയും പ്രിയങ്ക ഗാന്ധിയെയും പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനം. ഇതിന് പിന്നാലെയാണ് സഭയ്ക്ക് പുറത്ത് സോണിയാഗാന്ധിക്കെതിരെയും സമാനമായ ആരോപണവുമായി ബി.ജെ.പി എത്തിയിരിക്കുന്നത്. എന്നാൽ ശതകോടീശ്വരനായ ജോർജ് സോറോസ് സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ ഇദ്ദേഹം രാഷ്ട്രീയ രംഗത്തും നിറസാന്നിധ്യമാണ്. ബരാക് ഒബാമ, ഹിലാരി ക്ലിന്റൺ, ജോ ബൈഡൻ എന്നിവർക്ക് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സോറോസ് സജീവ സാന്നിധ്യവും ആയിരുന്നു. ഇന്ത്യക്കു വേണ്ടി ഇവരെന്താണ് ചെയ്തത് എന്നതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് സോണിയയും രാഹുലും പ്രിയങ്കയും ഒക്കെ ഈ രാജ്യത്തിനോട് ജോർജ് സോറോസുമായി ചെയ്ത ചതികളും കെണികളും. ഈ ഫൗണ്ടേഷൻ, അതായത് സോണിയാഗാന്ധിക്ക് ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ഒരു സംഘടനയുമായി ബന്ധമുണ്ട് എന്ന്, കാശ്മീർ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് ഇത് എന്നുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. ഈ സംഘടന ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയാണ് എന്ന് ബി.ജെ.പി ആരോപിക്കുന്നു. അതേസമയം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളെ US ഡീപ്പ് സ്റ്റേറ്റ് പിന്തുണയ്ക്കുന്നു എന്ന ബി.ജെ.പിയുടെ ആരോപണങ്ങൾ US തള്ളിയിട്ടും ഈ വിഷയത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് 10 ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് പാർട്ടി MP-യായ നിഷികാന്ത് ദുബെ ആവശ്യപ്പെട്ടത്.
മാധ്യമ പോർട്ടലായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റും ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായിയായ ജോർജ് സോറോസും പ്രതിപക്ഷവുമായി ഒത്തുകളിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും മോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന BJPയുടെ ആരോപണം. ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ കോ പ്രസിഡന്റ് എന്ന നിലയിൽ സോണിയാഗാന്ധി ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വല്ലാത്ത ഗൗരവമേറിയ ഒരു വിഷയമാണ്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായി ഒരു പങ്കാളിത്തമുണ്ട്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വിദേശത്ത് നിന്ന് ഫണ്ടിംഗ് ഉണ്ട്. ജോർജ് സോറോസിന്റെ ഫണ്ടിംഗ് ഉള്ള OCCRP എന്ന മാധ്യമ പോർട്ടൽ അദാനിയെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം തത്സമയം സംപ്രേഷണം ചെയ്തു. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള അവരുടെ ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. കോൺഗ്രസ് MP ശശി തരൂര് ജോർജ് സോറോസിനെ ഒരു പഴയ സുഹൃത്തായി പരസ്യമായി അംഗീകരിച്ചതും ഈ വിമർശനങ്ങളും തമ്മിൽ ശക്തമായ രൂപത്തിലുള്ള പൊരുത്തങ്ങളുണ്ട് എന്ന് തന്നെയാണ് BJP പറയുന്നത്. എങ്ങനെയാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ശത്രുവായിട്ടുള്ള ജോർജ് സോറോസുമായി ഒരു അവിഹിത ലിങ്ക് ഉണ്ടാക്കാൻ, അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ രാജ്യം ഭരിച്ച പാരമ്പര്യമുള്ള പാർട്ടിക്കും ആ കുടുംബത്തിനും എങ്ങനെ സാധിക്കുന്നു? വിവാദം തുടർച്ചയായി ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തെ പാർലമെന്റിൽ അടിച്ചിരുത്താൻ സോറോസ് രാഹുൽ ഗാന്ധി ബന്ധത്തിൽ ചർച്ച ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഭരണപക്ഷം. വെറും രാഷ്ട്രീയ ആരോപണം മാത്രമായി കാണരുതെന്നും രാജ്യ സുരക്ഷയെ പോലും ബാധിക്കുന്ന വിഷയത്തിൽ ചർച്ച അനിവാര്യമാണെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. ജോർജ് സോറോസിന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം പരിശോധിക്കണം. പാർലമെന്റിനെയും മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കാൻ സോറോസ് കോൺഗ്രസിന് ഫണ്ട് നൽകുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ശക്തമായ ആരോപണം. ബംഗ്ലാദേശിലെ കലാപത്തിന് പിന്നിലും ഹിന്ദു വംശഹത്യയ്ക്ക് പിന്നിലും സോറോസിന്റെ കരങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു ആരോപണം. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനും ഗാന്ധി കുടുംബത്തിലൂടെ സോറോസ് ശ്രമിക്കുന്നു. അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് രാജ്യസഭയിൽ BJP ചർച്ച ആവശ്യപ്പെട്ടത്. ശൂന്യവേളയിൽ ചർച്ച വേണമെന്ന് ഭരണകക്ഷി നേതാവ് JP നദ്ദയും ആവശ്യപ്പെട്ടു. രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മറ്റ് MP-മാരും. അനാവശ്യമായ ചർച്ചയ്ക്ക് അവസരമൊരുക്കി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനാണ് ജഗദീപ് ധൻഖാർ ശ്രമിക്കുന്നത് എന്ന പ്രതിപക്ഷ നേതാവ് മല്ലിക അർജുൻ ഖാർഗെ തിരിച്ചടിച്ചിട്ടുണ്ട്. അദാനി വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റുമുട്ടൽ തുടർന്നതോടെ സഭ സ്തംഭിച്ചു. ലോക്സഭയിലും സമാനമായ നീക്കമായിരുന്നു സംഭവിച്ചത്. അതിനൊക്കെ ഭരണപക്ഷം ശ്രമിച്ചെങ്കിലും അദാനി വിവാദത്തിൽ പ്രതിപക്ഷം ശക്തമായ രൂപത്തിൽ ബഹളം വെച്ചതോടുകൂടി നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ പാർലമെന്റ് വളപ്പിൽ മോദിയുടെയും അദാനിയുടെയും മുഖംമൂടി അണിഞ്ഞ് പ്രതിപക്ഷം ബഹളമുണ്ടാക്കി. അദാനിയുടെ മുഖംമൂടി അണിഞ്ഞ MP-യോട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും നിങ്ങൾ കാരണം പാർലമെന്റ് നടക്കുന്നില്ലല്ലോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചത് പ്രതിപക്ഷത്തിനിടയിൽ ശക്തമായ രൂപത്തിൽ ചിരി പടർത്തി. ഗൗരവമേറിയ ചർച്ച നടക്കുമ്പോഴും സഭാ അംഗങ്ങൾ ആ കോമഡി ആസ്വദിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഈ രാജ്യത്തിനെതിരെയുള്ള ഏതൊരു പ്രവൃത്തിയെയും, ഏതൊരു ശക്തിയാണ് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി അതിന് തടയിടാൻ ഇന്ന് ഈ രാജ്യം ശക്തമായ രൂപത്തിൽ മുന്നോട്ട് വരും. കാരണം അതിന് തക്ക രൂപത്തിൽ ശക്തമായ എല്ലാ സൈനിക സന്നാഹങ്ങളും ഈ രാജ്യത്തിനുണ്ട്. കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുക എന്ന ആശയത്തെ സോണിയ പിന്തുണച്ചിട്ടുണ്ട്. ഈ അസോസിയേഷൻ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ സ്ഥാപനങ്ങളുടെ സ്വാധീനം കാണിക്കുന്നു എന്ന് BJP കുറ്റപ്പെടുത്തിയത് അജണ്ടകളോടുകൂടി തന്നെയാണ്, തെളിവുകളോടുകൂടി തന്നെയാണ്, ഡേറ്റാസ് സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ്.
റെനി അവർക്ക് മറുപടി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലെ സോണിയാഗാന്ധിയുടെ അധ്യക്ഷ സ്ഥാനം ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായി ചേർന്നുള്ള അവരുടെ പങ്കാളിത്തത്തിലേക്കാണ് നയിച്ചത്. ഇന്ത്യൻ സംഘടനകളിൽ വിദേശ ഫണ്ടിങ്ങിന്റെ സ്വാധീനമാണ് ഇത് പ്രകടമാക്കുന്നത് എന്ന് BJP വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന BJPയുടെ ആരോപണം US തള്ളിക്കളഞ്ഞെങ്കിലും ഈ വിഷയത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് 10 ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്ന് പാർട്ടി MP നിഷികാന്ത് ദുബെ വ്യക്തമാക്കിയത് കൂടുതൽ ചർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും മോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും പ്രതിപക്ഷവുമായി ഇവർ ഒത്തുകളിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ഇന്നും ഇന്നലെയും തുടങ്ങിയ അവിശുദ്ധ ബന്ധവും കരാറുമല്ല ഇത്. എത്രയോ മുമ്പ് തന്നെ ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒളിയമ്പുകൾ, അജണ്ടകൾ ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ ചില യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആരോടാ പാട്ട് പാടാനൊക്കെ പറയുന്നത്? കണ്ണം ബിജു അതുപോലത്തെ ഏതെങ്കിലും ചാനലിൽ പോകുന്നതല്ലേ നല്ലത് പാട്ടൊക്കെ കേൾക്കാൻ? പാട്ടൊന്നും താല്പര്യമില്ലാത്ത, അതുപോലല്ലാത്ത ഒരു ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാനൊക്കെ പറയുന്നത് എത്ര മോശമാണ്. ഞാനിതിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയെ കേൾപ്പിച്ചുതരാം. ങ്ങൾക്ക് കോൺഗ്രസിന്റെ പിന്തുണ. ഭാരത വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയയ്ക്കുള്ള ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്ത്. അമേരിക്കൻ വ്യവസായിയും പ്രതിപക്ഷവും ചേർന്ന് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ ശ്രമിച്ചെന്നും റിപ്പോർട്ട്. ജോർജ് സോറോസ് ഫൗണ്ടേഷന്റെ ധനസഹായം കോൺഗ്രസിന് ലഭിച്ചു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ BJP. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേർന്നു. ജിഷ്ണു, ഞെട്ടിപ്പിക്കുന്ന വാർത്ത, വിവരങ്ങൾ. ജോർജ് സോറസ് ഗ്രൂപ്പുമായി കോൺഗ്രസിന് ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ, സൂചനകൾ, അത് സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആധികാരികമായ റിപ്പോർട്ടാണ് ഇപ്പോൾ മാധ്യമ സ്ഥാപനമായിട്ടുള്ള ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട്, അന്താരാഷ്ട്ര തലത്തിൽ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമം അത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ ചൂണ്ടിക്കാട്ടിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്നുള്ളത് കോൺഗ്രസിന് ജോർജ് സോറസിന്റെ ധനസഹായം ലഭിച്ചു എന്നുള്ളതാണ്. കാരണം ജോർജ് സോറസ് എന്നുള്ളത് എപ്പോഴും ഭാരത വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ഭാരതത്തിനെതിരെയുള്ള ഗൂഢാലോചനകൾ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടത്തുകയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അമേരിക്കൻ വ്യവസായിയാണ്, അമേരിക്ക ബേസ് ചെയ്തുകൊണ്ടുള്ള വ്യവസായിയാണ് ജോർജ് സോറസ്. ഈ ജോർജ് സോറസ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ നിന്ന്, അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കോൺഗ്രസിന് നേരിട്ട് പണം ലഭിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം കശ്മീർ സ്വതന്ത്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഘടനയുമായി സോണിയയ്ക്ക് ബന്ധമുണ്ടെന്നും ആ സംഘടനയെ ബാക്കപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നത് ജോർജ് സോറസ് ഗ്രൂപ്പാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് ഭാരത വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ജോർജ് സോറസ് ഫൗണ്ടേഷനുമായി കോൺഗ്രസിനും ഒപ്പം കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയയ്ക്കും വളരെ കൃത്യമായ ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. അമേരിക്കൻ വ്യവസായിയും ഭാരതത്തിലെ പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ ശ്രമിച്ചു. ഒപ്പം മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നു ഈ രൂപത്തിൽ ഒരു വസ്തുത നടക്കുന്നതെങ്കിൽ ആ വ്യക്തികൾ പിന്നീട് ആ രാജ്യത്തുണ്ടാകില്ല എന്ന് മാത്രമല്ല, എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. രാജ്യദ്രോഹ കുറ്റമായിട്ട് അതിനെ എണ്ണും. അവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തും. പിന്നീട് ആ രാജ്യത്ത് അവർ സൂര്യപ്രകാശം കാണണോ വേണ്ടേ എന്നത് പിന്നീട് തീരുമാനിക്കേണ്ടുന്ന വസ്തുതയാണ്. ഇപ്പൊ സിറിയയിലൊക്കെ കണ്ടില്ലേ, സിറിയയിൽ നിരപരാധികളായ അനേകായിരങ്ങളെയാണ് പിടിച്ചിട്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ അറവ് ചെയ്ത കശാപ്പ് ശാലകളാണ് ഇപ്പോൾ വിമത സംഘം സിറിയ പിടിച്ചെടുത്തപ്പോൾ തുറന്നുവിട്ടത്. ആ ഭൂമിക്ക് താഴെയുള്ള 3ാമത്തെ നിലയിൽ ഇനിയും ഒരുപാട് പുരുഷന്മാർ ബന്ദികളാക്കപ്പെട്ട് കിടക്കുന്നു. അവരെ തുറന്നു വിടാൻ പറ്റുന്നില്ല. കാരണം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാത്രമേ ആ റൂമുകൾ തുറക്കാൻ പറ്റൂ. അത് തുറക്കാൻ സാധിക്കുന്ന ആളുകൾ സിറിയ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിലാണ്. അപ്പോഴാണ് വിദേശികളിൽ നിന്നും വിദേശ രക്തം സിരകളിലൂടെ ഓടുന്ന ഇന്ത്യ വിരുദ്ധരിൽ നിന്നും രാജ്യസ്നേഹം പ്രതീക്ഷിക്കുന്നതല്ലേ തെറ്റ്? അല്ലേ? ഇവരെയൊക്കെ കണ്ടെത്താൻ ഇവർ ഇത്രയും കാലവും ഈ രാജ്യം ഭരിച്ചു മുട്ടിച്ചത്
എങ്ങനെയായിരുന്നു എന്നത് ഇനി വരുന്ന തലമുറ തീർച്ചയായിട്ടും കണ്ടെത്തി ജനങ്ങൾക്കത് വ്യക്തമാക്കി കൊടുക്കാതിരിക്കില്ല. ഇവരെ ഭരണകൂടത്തിനെതിരെയും കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അതായത് രാജ്യത്തിനെതിരെ രാജ്യത്തിനകത്തു തന്നെ ഉയർന്നു വരുന്ന ശബ്ദങ്ങളും പ്രവർത്തനങ്ങളും മാധ്യമ റിപ്പോർട്ടുകളും പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളും ഒന്നും യാദൃശ്ചികമോ അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെയോ ഭാഗമായിരുന്നില്ല. അത് വളരെ കൃത്യമായ ആസൂത്രണത്തിന്റെ വളരെ കൃത്യമായ ഈ രാജ്യത്തിനകത്തിരുന്ന് ഈ രാജ്യത്തിനെതിരെ ഉയരുന്ന ശബ്ദങ്ങൾ കോഇൻസിഡൻസ് അല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രക്ഷുബ്ധമായ അവസ്ഥയിലെ പ്രതികരണങ്ങളല്ല, സംഘടിതമായ നീക്കവും നല്ല രൂപത്തിലുള്ള ഹോംവർക്കുകളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രാജ്യത്തിനെതിരെ വിദേശ രാജ്യങ്ങളിൽ പോയിരുന്ന് പോരായ്മകൾ പറയാൻ ആർക്ക് സാധിക്കും? നമ്മുടെ കുടുംബത്തിനകത്തൊരു അംഗമുണ്ട്, അവർക്ക് എന്തെങ്കിലും സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് തന്നെ നമ്മളത് പരിഹരിക്കും, പുറത്തെത്തിക്കാറില്ല. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായത് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. BJP ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ വരുത്തുകയാണ്. അതായത് ഈ രാഹുലൊക്കെ രാജ്യത്തിന് പുറത്ത് മറ്റു രാഷ്ട്രങ്ങളിൽ എത്തുമ്പോൾ കുട്ടികളുമായും മറ്റുള്ളവരുമായും ഒക്കെ സംവദിക്കുമ്പോൾ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഉറക്കെ പറഞ്ഞത് പലവട്ടം വിവാദമായിട്ടുണ്ട്. അതുമൊക്കെ ഇതിന്റെ ചുവട് പിടിച്ചാകും അല്ലെ? Hi, we are t-shirt manufacturers. സംശയമില്ല, വിദേശ രാജ്യങ്ങളിൽ എത്തുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടി കരുത്ത് പകർന്ന് ലഭിക്കുന്നുണ്ട്. കാരണം ഇവരിൽ നിന്നും രാജ്യസ്നേഹവും ഈ രാജ്യത്തെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രതീക്ഷിച്ച് ഇവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾക്ക് ഇനിയും നേരം വെളുത്തോ? അതുമൊക്കെ ഇതിന്റെ ചുവട് പിടിച്ചാകും അല്ലെ? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരം അനുമാനങ്ങളിലേക്ക് വേണം നമുക്ക് എത്താൻ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുലിന്റെ പ്രസ്താവനയാണെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഉയർന്നു വന്നിരുന്ന ശബ്ദങ്ങളൊന്നും തന്നെ യാദൃശ്ചികമായിരുന്നില്ല. അത് ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിക്കുന്ന മറ്റൊരു കാര്യം, രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായി നടത്തിയിട്ടുള്ള ഈ യാത്രയ്ക്ക് വലിയ സാമ്പത്തിക സഹായം ജോർജ് സോറസുമായി ബന്ധപ്പെട്ട, നേരിട്ടല്ലാതെ ജോർജ് സോറസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ മറ്റൊരു കാര്യം. അതായത് കോൺഗ്രസ് വളരെ കൃത്യമായ സാമ്പത്തിക സഹായം ജോർജ് സോറസ് ഫൗണ്ടേഷന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു. അത്തരം ധനസഹായം നൽകിയത് ഭാരത വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതിന്, രാജ്യത്തെ നിലവിലുള്ള ഭരണ നേതൃത്വത്തിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നതിനും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് BJP വിഷയം ഇപ്പോൾ പാർലമെന്റ് ആരംഭിക്കുകയാണ്. പാർലമെന്റിൽ ഈ വിഷയം തീർച്ചയായും ഉന്നയിക്കും എന്നുള്ളതാണ് BJP MP നിഷികാന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. രാഹുലിനെതിരെ ഇപ്പോ ഈ രാജ്യത്തിനെതിരെ വിദേശ രാജ്യങ്ങളിൽ പോലും പോയി പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും സാധിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പട്ടികയിൽ വരില്ലേ? ബ്രിട്ടീഷ് പൗരത്വവും പേറി നടക്കുന്ന ഒരു ഇറ്റലി ചോരക്കാരന് ഈ രാജ്യത്തെ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന നമ്മളല്ലേ വിഡ്ഢികൾ? അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഈ വിഷയം BJP പാർലമെന്റിൽ ഉന്നയിക്കുക. അല്ലാതെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പ്രതികരണങ്ങൾ BJP നേതാക്കളുടേത് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രാജ്യത്തെ തകർക്കുന്നവർക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന തങ്ങളുടെ ആരോപണം ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളതും രാജ്യത്തിനെതിരെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുമാണ് എന്നുള്ളതാണ് BJP വ്യക്തമാക്കിയിട്ടുള്ളത്. ജിഷ്ണു, ഈ കശ്മീരിനെ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് ജോർജ് സോറോസിന്റേതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രാഹുലും പിണറായിയും ഏതാണ്ട് ഒരേ തട്ടിൽ അവരുന്നത്. പിണറായിക്കെതിരെ എത്ര തന്നെ തെളിവുകൾ ആരൊക്കെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, അവര് കൂസലില്ലാതെ ഇവിടെ നടക്കും. അതുപോലെയാണ് ഗണ്ഡി കുടുംബത്തെ സംബന്ധിച്ചും. എത്ര തെളിവുകൾ ആരൊക്കെ നിരത്തിയാലും ശരി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീവ്ര നിലപാടുകളുണ്ട് ആ സംഘടനയ്ക്ക് എന്നുകൂടി മനസ്സിലാക്കണ്ടേ? എന്താണ് ഭാരതത്തിൽ കോൺഗ്രസുമായി ഇവർക്കുള്ള കണക്ഷൻ? അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? കൃഷ്ണരാജ്, ഈ മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വിവിധ സ്ഥാപനങ്ങൾ വഴിയാണ്, ജോർജ് സോറസ് ഫൗണ്ടേഷന് ബന്ധമുള്ള വിവിധ സ്ഥാപനങ്ങൾ വഴിയാണ് സോണിയയ്ക്കും. ഇത് കുറച്ചധികം ആളുകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളത്തിൽ മാത്രം കോൺഗ്രസ് ഒതുങ്ങി നിന്നത്. കാരണം കേരളത്തിലെ മലയാളികൾക്ക് പെട്ടെന്നൊന്നും വെളിവ് വീഴത്തില്ലല്ലോ. രാഹുലും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്കും പണം ലഭിച്ചത് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിൽ കൃഷ്ണരാജ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കശ്മീർ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന
ആശയമുള്ള സംഘടനയുമായി സോണിയയ്ക്ക് ബന്ധമുണ്ട്. ഈ സംഘടനയെ പിന്തുണയ്ക്കുന്നത് ആ സംഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് ഈ ജോർജ് സോറസ് ഫൗണ്ടേഷൻ ആണ് എന്നാണ് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. അതായത് ഫോറം ഓഫ് ദ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ കോ പ്രസിഡന്റ് ആണ് സോണിയ. ഈ ഫൗണ്ടേഷന് ജോർജ് സോറസ് ഫൗണ്ടേഷൻ വളരെ കൃത്യമായി സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഈ സാമ്പത്തികം ലഭിക്കുന്നത് കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കൾക്കുമാണ്. ഇത്തരം സാമ്പത്തിക സഹായം നൽകുന്നതിന്റെ കാരണം അല്ലെങ്കിൽ അതിന് പിറകിൽ ജോർജ് സോറസ് ഫൗണ്ടേഷൻ വ്യക്തമാക്കുന്നത് ഭാരത വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വളരെ കൃത്യമായും രാജ്യത്തിനകത്ത് നടപ്പാക്കാൻ സോണിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചു. ഈ പണം കൈപ്പറ്റിയതിന്റെ പ്രതിഫലം കോൺഗ്രസ് നേതാക്കൾ രാജ്യത്തിനകത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ BJP ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാജ്യത്തെ ഭരണ നേതൃത്വത്തിനെതിരെ അതായത് നിലവിലെ സർക്കാർ സ്വീകരിക്കുന്ന ഏത് നടപടികളെയും കണ്ണടച്ചെതിർക്കുകയും രാജ്യത്തിനെതിരെ പ്രവർത്തനം നടത്തുകയുമാണ്. അതാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന ഏത് നിയമത്തെയും ഏത് പരിഷ്കാരത്തെയും ഏത് പുരോഗമന പ്രവർത്തനത്തെയും നഖശിഖാന്തം എതിർക്കുക. ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള അജണ്ടകൾ നടപ്പിലാക്കുക. നേതാക്കൾ ഈ പണം കൈപ്പറ്റിക്കൊണ്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വലിയ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇത്തരം ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നു വന്നിരുന്നു എങ്കിൽ പോലും ജോർജ് സോറസ് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അത് ഏത് വഴിയാണ് കോൺഗ്രസിന് ലഭിക്കുന്നത്, സോണിയയ്ക്കും ജോർജ് സോറസ് ഏത് രൂപത്തിലാണ് സോണിയയ്ക്ക് ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പണം ലഭിക്കുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായിട്ടും ഈ കാര്യം നരേന്ദ്രമോദി അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ചില കുരുക്കൾ, ആ കുരുക്കൾ പൊട്ടാനുള്ളതല്ലേ, അത് പൊട്ടാതെ പോകുമോ? ചില സത്യം എല്ലാവർക്കും ഒരേപോലെ അംഗീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇവിടെ കാശ്മീരുമായിട്ട് ഇവർക്കുള്ള ബന്ധം എന്താണെന്നും, പാക് അധീന കാശ്മീർ ജമ്മു കാശ്മീരിൻ്റെതാണോ പാകിസ്ഥാന്റേതാണോ ഇന്ത്യയുടേതാണോ, ഇതൊക്കെയാണ് ഇപ്പോൾ മുക്കാലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് നോക്കിക്കോ. ഭാരതത്തിന്റേതാണെന്ന് ആവർത്തിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാക് അധീന ജമ്മു കശ്മീർ ഭാരതത്തിന്റേതാണെന്ന് ആവർത്തിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നെഹ്റുവിന്റെ തെറ്റായ തീരുമാനം കശ്മീരിനെ വർഷങ്ങളോളം ദുരിതത്തിലാക്കി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലൂടെ ഭീകരവാദത്തെ നേരിടാനായെന്നും അമിത്ഷാ പറഞ്ഞു. ജമ്മു കാശ്മീരിലെ മുഴുവൻ ജനതയും ഇപ്പോൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല, ജോഡോ യാത്രയ്ക്കൊടുവിൽ ദേശീയ പതാക ജമ്മു കാശ്മീരിൽ കൊണ്ടുപോയി ഒന്ന് കുത്തി നിർത്താൻ ഈ ഗണ്ഡിക്ക് സാധിച്ചത് നരേന്ദ്രമോദി നെഞ്ചും വിരിച്ചു നിന്ന് അവിടെ കാശ്മീരിനെ മാറ്റിമറിച്ചത് കൊണ്ടാണ്. 370 എടുത്തു മാറ്റിയത് കൊണ്ടാണ്. ഭാരതത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്തത് കൊണ്ടാണ്. എന്തേ ഇത്രയും വർഷം ഇവർക്ക് ഇതിന് സാധിക്കാതെ പോയത്? എത്ര വർഷം ഇവരുടെ അച്ഛൻ്റെയും അച്ഛൻ്റെ അമ്മയുടെയും അമ്മയുടെ അച്ഛൻ്റെയും ഒക്കെ കയ്യിലായിരുന്നല്ലോ. ഇവർ കുടുംബമായി വെച്ച് ഭരിച്ചു വരുമായിരുന്നല്ലോ ഈ സ്വതന്ത്ര ഭാരതം. എന്തേ ഇതുവരെ സാധിക്കാതെ പോയത്? അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ്? കാശ്മീരിനെ പ്രത്യേകമായ ഒരു രാജ്യമാക്കി മാറ്റുക, അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമായി മാറ്റുക. ഇവരൊക്കെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ഇനിയും വിശ്വസിക്കാനോ? സംവരണ ഭേദഗതി, പുനഃസംഘടനാ ഭേദഗതി ബില്ലുകൾ ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. അല്പസമയത്തിനകം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർത്തുണ്ട്. ജിഷ്ണു, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ജമ്മുകാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ല്, ജമ്മുകാശ്മീർ സംവരണ ഭേദഗതി ബില്ല് എന്നിവ പാർലമെന്റിൽ അവതരിപ്പിച്ച ലോക്സഭയിൽ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കുള്ള അവസരത്തിലാണ് ഇത്തരത്തിൽ പാക് അധീന ജമ്മു കാശ്മീർ ഭാരതത്തിന്റേതാണ് എന്ന പ്രഖ്യാപനം, ആവർത്തനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെ അടുത്തിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്നും പാക് അധീന ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ആവശ്യമെങ്കിൽ പാക് അധീന ജമ്മു കാശ്മീർ തിരിച്ചുപിടിക്കും, അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ആവശ്യമെങ്കിൽ പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു യുദ്ധവും കലഹവും കൊലയും സൈനികരുടെ ജീവൻ ബലി കൊടുക്കാനുമൊന്നും നരേന്ദ്രമോദിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഉള്ള സമാധാനത്തിൽ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവർ ഇങ്ങോട്ട് കയറുവാണെങ്കിൽ ഇന്ത്യൻ ആർമി ശക്തമാണ്. ഇന്ത്യൻ ആർമി ഇവരെ പ്രതിരോധിക്കാൻ
ഈ രാജ്യത്ത് നിന്ന് നഷ്ടപ്പെട്ട ഭാഗങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ ശക്തമാണെന്ന് പല തവണയായി മോദി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ലോക്സഭയിൽ പാക് അധീന ജമ്മു കാശ്മീർ ഭാരതത്തിന്റേതാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവർത്തിച്ചിട്ടുള്ളത്. ഒപ്പം കശ്മീരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി അദ്ദേഹം ഇന്ന് ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനം നെഹ്റു കാലത്തെ മണ്ടത്തരങ്ങളാണ് കശ്മീരിലെ ജനതയെ ഇത്രയധികം കണ്ണീര് കുടിപ്പിച്ചത്, അല്ലെങ്കിൽ വർഷങ്ങളോളം ജനതയെ ദുരിതത്തിലാക്കിയത് നെഹ്റുവിന്റെ കാലത്തുണ്ടായ മണ്ടത്തരങ്ങളായിട്ടുള്ള തീരുമാനങ്ങളാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അതായത് ആർട്ടിക്കിൾ 370 കശ്മീർ ജനതയുടെ അന്നത്തെ ജീവിതം അല്ലെങ്കിൽ അത് സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു താൽക്കാലിക ഉപാധിയായിട്ടായിരുന്നു ആർട്ടിക്കിൾ 370 കൊണ്ടുവന്നത്. എന്നാൽ പിന്നീട് കോൺഗ്രസ് സർക്കാർ അത് സ്ഥിരപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് കശ്മീരിന്റെ മണ്ണിൽ വിഘടനവാദികൾക്ക് അവസരമൊരുക്കുകയും വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കുന്നതിന് വഴിവെച്ചു എന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ഇന്ത്യ പാക് യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള നെഹ്റുവിയൻ മണ്ടത്തരമാണ് ഇപ്പോൾ ഈ അവിഭാജ്യ ഭൂപ്രദേശം പാക് അധീന ജമ്മു കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോകാൻ അല്ലെങ്കിൽ ആ ഒരു മണ്ണ് നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണമായത് എന്നുകൂടി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയതോടുകൂടി ലോക്സഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെക്കുകയും ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ഉണ്ടായി. കൂടാതെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് അത് ചരിത്രപരമായ തീരുമാനമാണെന്നും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീരിന്റെ മണ്ണിൽ സൈന്യത്തിന് നേരെയുള്ള കല്ലേറും ആ കല്ലെറിയുന്നതിനുള്ള സാമ്പത്തിക പിന്തുണയും പാടെ നിലച്ചു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു. ഭീകരവാദത്തെ അടിച്ചൊതുക്കാനും കശ്മീരിന്റെ ജനതയെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കാനും നിലവിൽ മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ വഴിയിലേക്ക് കടക്കുമ്പോൾ അത് കശ്മീരിൽ നീതി നിഷേധിക്കപ്പെട്ട പലായനം ചെയ്തവർക്ക് വ്യക്തമായ സംവരണം ഈ നിയമസഭയിൽ ഏർപ്പെടുത്തും. ഒപ്പം നിയമസഭാ സീറ്റുകളിൽ പാക് അധീന ജമ്മു കാശ്മീരിലും സീറ്റുകൾ ഉണ്ടാകും എന്നുള്ളതും അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പാർലമെന്റ് പരിശോധിക്കുമ്പോഴും പാർലമെന്റിലെ മൊത്തം അംഗസംഖ്യയിലും പാക് അധീന ജമ്മു കാശ്മീരിൽ സീറ്റുകളുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് നിലവിലെ സാഹചര്യത്തിൽ നടത്താൻ സാധിക്കില്ലെങ്കിൽ പോലും പാർലമെന്റിലും അത്തരത്തിൽ സീറ്റുകൾ പാക് അധീന ജമ്മു കാശ്മീരിലുണ്ട്. അതിന് സമാനമായി തന്നെ ജമ്മു കാശ്മീർ നിയമസഭയിലേക്കും പാക് അധീന ജമ്മു കാശ്മീരിൽ നിന്ന് സീറ്റുകൾ ഉണ്ടാകും. ഒപ്പം കശ്മീരിന്റെ മണ്ണിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ട പലായനം ചെയ്യപ്പെടേണ്ടി വന്നവർക്ക് സംവരണവും നീതിയും ഉറപ്പാക്കും എന്നുള്ള കാര്യം കൂടി അമിത്ഷാ ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആരാണ് ഈ രാജ്യത്തെ സേവിക്കുന്നതെന്നും ആരാണ് ഈ രാജ്യത്തിന്റെ കുളം തോണ്ടുന്നത്, കുഴി തോണ്ടുന്നതെന്നും തലച്ചോറുള്ള ജനതയ്ക്ക് തീർച്ചയായിട്ടും മനസ്സിലാകാതിരിക്കില്ല. ഇനിയും അടുപ്പുകൂട്ടിയുള്ള ചർച്ചയിൽ ഇവരെന്താണ് പറയാൻ പോകുന്നത്? സോണിയാഗാന്ധിയുടെ ഫൗണ്ടേഷന് സോറോസിന്റെ ഫൗണ്ടേഷൻ ഫണ്ട് നൽകിയിട്ടില്ലാന്നോ? വ്യക്തമായ തെളിവോടുകൂടി തന്നെയല്ലേ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ ഈ രാജ്യദ്രോഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാരണം ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഇവർക്കുണ്ടാകുമെന്ന് നമ്മൾ എങ്ങനെയാ തീരുമാനിക്കുന്നത്? അല്പം കൂടി ഒന്ന് കേട്ടോ. സോണിയാഗാന്ധി അവര് രാജ്യദ്രോഹികളാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. സോണിയ രാജ്യദ്രോഹിയാണ്. രാഷ്ട്രീയം നോക്കാതെ തന്നെ ഈ അമ്മയെയും മകനെയും പുറത്താക്കണം എന്ന ആവശ്യമാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ദില്ലിയിൽ നിന്നും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത വരികയാണ്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും ഇന്ത്യയിൽ ഭരണ അട്ടിമറിക്ക് ആസൂത്രണം ചെയ്യുന്ന അമേരിക്കൻ വ്യവസായി ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധം ഗൗരവതരമാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സോണിക്ക് ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് ആരോപണം. നമുക്കറിയാം, ഇന്ത്യ വിഭജനത്തിന്റെ കൊപ്പുകൂട്ടൽ രാജ്യത്തിന് പുറത്ത് നടക്കുകയാണ്. കാശ്മീർ സ്വതന്ത്രമാക്കുക, ഖലിസ്ഥാൻ എന്ന പേരിൽ പഞ്ചാബ് സ്വതന്ത്രമാക്കുക, പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ, അതായത് കട്ടിംഗ് സൗത്ത്, ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തി ഇന്ത്യയിൽ വിമത കലാപത്തിനാണ് നീക്കം. കട്ടിംഗ് സൗത്തിന് കാനഡയും പണമൊഴുക്കി. കട്ടിംഗ് സൗത്ത് കേരളത്തിലാണ് നടന്നത്. കേരളത്തിലെ വിവിധ ചാനലുകൾ പങ്കെടുത്ത പരിപാടിയുടെ മുഖ്യ സംഘാടകർ മലയാള മാധ്യമ പ്രവർത്തകരാണ്. ഇപ്പോൾ ഇതിന്റെ എല്ലാം പിറകിലുള്ള ജോർജ് സോറസും സോണിയാഗാന്ധിയുമായുള്ള ബന്ധം പുറത്തു വരികയാണ്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായി ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധം ഗൗരവതരമാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവകാശപ്പെട്ടു. ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ ലെൻസിലൂടെ കാണരുതെന്നും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ഐക്യമുന്നണി വേണമെന്നും റിജിജു ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയം ചെയ്യാതെ ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയമാണിത്. സോണിയാഗാന്ധിയും ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധം ഗൗരവമുള്ളതാണ്. രാഷ്ട്രീയമായി ഇത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജോർജ് സോറോസിന്റെ ഫൗണ്ടേഷനിൽ നിന്ന് പണം കണ്ടെത്തുന്ന സംഘടനകളുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് ബിജെപിയും ആരോപിക്കുന്നു. കാശ്മീരിൽ ഒരു പ്രത്യേക അസ്തിത്വമായി കണക്കാക്കുന്നത് പോലുള്ള വിവാദ നിലപാടുകളെ ഈ സ്ഥാപനങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് എന്ന് ഭരണകക്ഷി അവകാശപ്പെടുന്നു. രാജ്യത്തിന് മുന്നിലുള്ള ചില പ്രശ്നങ്ങൾ രാഷ്ട്രീയ കണ്ണടയോടെ കാണരുത് എന്നും കോൺഗ്രസ് പാർട്ടിയോടും അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാജ്യത്തിന് മുന്നിലുള്ള ചില പ്രശ്നങ്ങൾ അത് രാഷ്ട്രീയ കണ്ണാടെ കാണാൻ
പാടില്ല എന്ന് ഞാൻ കരുതുന്നു. ജോർജ് സോറോസും അദ്ദേഹത്തിന്റെ കണ്ണുകളും വെളിച്ചത്ത് വന്നത് ഇതിനെ കോൺഗ്രസ് പാർട്ടിയായ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായി ഞങ്ങൾ കാണുന്നില്ല. വിഷയം എടുക്കണം. ഇത് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ ഇത് കക്ഷി രാഷ്ട്രീയമായി കാണില്ല. ദേശ സുരക്ഷയുടെ വിഷയമായി ഇതിനെ കൈകാര്യം ചെയ്യും. ഇത് പ്രതിപക്ഷത്തിനെതിരായ നീക്കം എന്നതല്ല, മറിച്ച് ഇന്ത്യയെ തകർക്കാനുള്ള നീക്കമായി ഇതിനെ കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് ഞങ്ങൾ കോൺഗ്രസിനോടും മറ്റു പാർട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. അവരുടെ നേതാക്കൾക്ക് പോലും ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയാൽ അവരും ശബ്ദമുയർത്തണം. നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണം. ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുകയാണ് വേണ്ടത് എന്ന് റിജിജു ദേശീയ തലസ്ഥാനത്ത് മാധ്യമ പ്രവർത്തകരോട് അഭിമുഖീകരിച്ച് പറഞ്ഞു. ജോർജ് സോറോസ് വിഷയത്തിൽ പ്രതികരിച്ച കിരൺ റിജിജു റിപ്പോർട്ടുകൾ അതീവ ഗൗരവം. ശരിക്ക് രാജ്യവിരുദ്ധരായ ഈ കുടുംബാംഗങ്ങളുടെ പേരിനോടൊപ്പം ഗാന്ധി എന്ന് ചേർത്ത് പറയുമ്പോൾ തന്നെ ഒരു തരം നാണക്കേട് ഫീൽ ചെയ്യുന്നില്ലേ? കൈകാര്യം ചെയ്യണമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മീഡിയ പോർട്ടലായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ടിന്റെ പേരിൽ OCRP ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായിയായ ജോർജ് സോറോസ് പ്രതിപക്ഷവുമായി ഒത്തുകളിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചു എന്നാണ് BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ കോ പ്രസിഡന്റ് എന്ന നിലയിൽ സോണിയാഗാന്ധി ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നിഷികാന്ത് ദുബെ ആരോപിക്കുന്നു. ഈ ഫൗണ്ടേഷൻ കാശ്മീരിന്റെ പ്രത്യേക മേഖലയെ കണക്കാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലെ സോണിയാഗാന്ധിയുടെ അധ്യക്ഷ സ്ഥാനം ജോർജ് മുൻ പ്രധാനമന്ത്രിമാരൊക്കെ മരണപ്പെട്ട പ്രധാനമന്ത്രിമാരാകും എന്ന് തീരുമാനിച്ചിരുന്ന ആളുകൾ മരണപ്പെട്ട, കൊല്ലപ്പെട്ട, അകാല മരണത്തിനിടയാക്കിയ അതുമുതൽ സോണിയയുടെ പങ്ക് അന്വേഷിച്ചാൽ പല യാഥാർത്ഥ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കും. നന്ദി. വീണ്ടും കാണാം. ഈ കുടുംബം ഈ രാജ്യത്തോട് ചെയ്യുന്നത് എന്താണെന്ന് ലോകമൊന്ന് അറിയട്ടെ. ബൈ.